CMRL എക്സാലോജിക് ഇടപാടിലെ ശശിധരൻ കർത്തയുടെ മൊഴിയിൽ വ്യക്തമായ മറുപടിയില്ലാതെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മൊഴിയിലെ വിവരങ്ങൾ മാധ്യമ സൃഷ്ടിയെന്നാണ് പിണറായി വിജയന്റെ വാദം. മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട് എല്ലാം ശരിയാകണമെന്നില്ല എന്നും ശ്രീമതി ടീച്ചറുടെ വ്യാജ വാർത്ത മാധ്യമങ്ങളല്ലേ പുറത്തുവിട്ടതെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം വീണാച്ചിയുടെ രണ്ടാമത്തെ കമ്പനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറി. ആരാ പുറത്തുവിട്ടത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചർ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നെന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ചുനാൾ നോക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്. ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ഇതാണ് പിണറായി വിജയന്റെ മറുപടി. എക്സാലോജിക് CMRL ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖയാണ് ഇന്ന് പുറത്തു വന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖയിൽ പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ശശിധരൻ കർത്ത, അതായത് CMRLന്റെ MD, CMRLന്റെ ഉടമസ്ഥനായ ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോട് സമ്മതിച്ച കാര്യം പിണറായി വിജയനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലാണ് എക്സാലോജിക്കിനും വീണയ്ക്കും പണം നൽകിയത്, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സേവനത്തിനുള്ള പ്രതിഫലം എന്ന നിലയിലല്ല എന്ന് മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയെക്കുറിച്ചുള്ള പിണറായി വിജയന്റെ ഉത്തരമാണ് നമ്മൾ കേട്ടത്. AK സ്റ്റെഫിനാണ് ഈ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തത്. സ്റ്റെഫിൻ, സാധാരണ നിലയിലുള്ള പിണറായി വിജയന്റെ സ്ഥിരം ടെംപ്ലേറ്റിലുള്ള മറുപടിയാണ് ഈ വിഷയത്തിലും ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ വിഷയം അഡ്രസ്സ് ചെയ്തില്ല, മറിച്ച് മാധ്യമ സൃഷ്ടിയാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ, എന്തെല്ലാം പറയുന്നു, മുമ്പും പറഞ്ഞിട്ടില്ലേ തുടങ്ങി പല സ്ഥിരം ഡിഫൻസ് അദ്ദേഹം ഇറക്കി. ഈ ലേക്കർ എന്ന കമ്പനി മകളുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ കമല ഇന്റർനാഷണൽ വിട്ടോ എന്ന മറു ചോദ്യമാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പിണറായി വിജയൻ ഇത് സംബന്ധിച്ച് പറയാൻ ശ്രമിച്ചു? അഭിലാഷ്, ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ മുക്കാൽ ഭാഗവും അദ്ദേഹം ഉപയോഗിച്ചത് ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ CMRLുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ശബരിമലയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിന്റെ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. ഏതായാലും CMRLുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു മൊഴിയിൽ പ്രതിരോധം തന്നെ തീർത്ത് മുന്നോട്ട് പോവുകയാണ് ഏതായാലും പിണറായി വിജയൻ. ഇതെല്ലാം മാധ്യമ സൃഷ്ടി എന്നുള്ളതാണ് പറയുന്നത്. അതിന് ആധാരമായി അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, PK ശ്രീമതിക്കെതിരായി വന്ന വാർത്തകൾ അത് ചില സമൂഹ മാധ്യമങ്ങളിലും ചില വാർത്താ ചാനലുകളിലും മാത്രമാണ് വന്നത്. മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചാനലുകളൊന്നും അതിനെ അനുകൂലിച്ചോ വാർത്ത ചെയ്തിരുന്നില്ല. ഒപ്പം തന്നെ PK ശ്രീമതിയുടെ ആ ഒരു വിഷയമൊക്കെ തന്നെയാണ് കൊടുത്തത്. എന്നാലും അത് മറു ചോദ്യമായി നിരത്തിക്കൊണ്ട് പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകാനാണ് ഏതായാലും ആ വിഷയത്തിൽ പിണറായി വിജയൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ ലേക്കർ ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കമ്പനി താങ്കളുടെ മകൾക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് കമല ഇന്റർനാഷണൽ വിട്ടോ എന്നുള്ള മറു ചോദ്യമാണ് പിണറായി വിജയൻ ഉയർത്തുന്നത്. അത് 3 തവണ ആ ചോദ്യം ചോദിച്ചെങ്കിൽ പോലും അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഏതായാലും പിണറായി വിജയൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും മുന്നോട്ട് പോകുന്നത്. ഇനി CPMന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്, ഈ CMRLുമായി ബന്ധപ്പെട്ട കേസിൽ എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം ആവശ്യമാണ്.